ഹലോ, വീണ്ടും ടൈനി ഡോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വെള്ളായണി ക്ഷേത്രത്തിലേക്ക് പോയതാണല്ലേ കണ്ടത്. അപ്പോൾ ഞങ്ങളത് അടുത്ത ക്ഷേത്രത്തിലോട്ട് വച്ച് പിടിക്കുകയാണ്. ഫുൾ ഒരു ഭക്തി മാർഗമായി പോയിട്ടോ. അങ്ങനെ അടുത്ത ക്ഷേത്രത്തിലേക്ക് ഇത് വച്ച് പിടിക്കുകയാണ്, ആറ്റുകാലിലേക്ക്. ഇത് ഭക്തി വൈബ് കൂടിയിട്ടാണോ അതോ പൂരം വൈബ് കൂടിയിട്ടാണോ എന്നുള്ളത് അവിടെ ചെന്ന് നമുക്ക് ബാക്കി വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ എന്താ ഫുൾ സെറ്റായിട്ട് നിൽപ്പുണ്ട്, ഇറങ്ങി ഏട്ടൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കാണാം. അതിനിപ്പോൾ ഓണാക്കിയതേ ഉള്ളൂ ഞാൻ. അപ്പം നമ്മളിതാ സമയം ഇപ്പം കഴിഞ്ഞ വീഡിയോയിലുള്ളത് പോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു 8 മണിയൊക്കെ ആയി നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും. ഒബ്വിയസ്ലി ഞങ്ങൾ അങ്ങനെയാണ്, എവിടെ പോയാലും ഞങ്ങൾ ലേറ്റാണ്. നേരത്തെ പോയ ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ രാത്രി നമ്മൾ ഈ ഉത്സവം, പൂരം ഇതൊക്കെ കാണാൻ പോകുന്ന നൈറ്റ് വൈബല്ലേ, അത് അപ്പം പോയാലും അതിനൊരു ഭംഗിയും കിട്ടുള്ളൂ അല്ലേ. എൻ്റെ അമ്മയൊക്കെ ചോദിക്കും രാത്രി പോയി എന്ത് കാണാനാണെന്ന്. പക്ഷേ രാത്രി പോയാലും എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും അവിടെ. അപ്പം നമ്മളിതാ ഇറങ്ങി പോകാനായിട്ട് സെറ്റാവുകയാണ്. ആറ്റുകാൽ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് പാർട്ട്, അല്ലെങ്കിൽ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് നടക്കുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. അതായത് നമ്മൾ അമ്പലത്തിലേക്ക്, ഇപ്പോൾ അമ്പലത്തിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ ഇപ്പുറമാണ് ഈ ബ്ലോക്ക് തരണം ചെയ്ത് അമ്പലത്തിലടുത്തേക്ക് എത്തുക എന്നുള്ളതാണ് ദ ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറയുന്നത്. ഞങ്ങൾ അതിൽ നിന്ന് ഒരു 1/2 കിലോമീറ്ററോടെ വണ്ടി വന്നു, പിന്നെ വണ്ടിയോടെ ഒതുക്കിയിട്ട് ബാക്കി ഇറങ്ങിയത് നടക്കുകയാണ്. അമ്പലത്തിലേക്ക് പോകാൻ ഇനിയും ദൂരമുണ്ട്, ഒരുപാട്, ഒരു 3/4 കിലോമീറ്റർ അല്ലെങ്കിൽ 1/2 കിലോമീറ്റർ എന്തായാലും ഇനിയുണ്ട്. പക്ഷേ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, നല്ല ബ്ലോക്കായി ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും. പിന്നെ ഞങ്ങൾ ഇറങ്ങി അങ്ങ് നടന്നു. പിന്നെ 2 സൈഡും ഈ കച്ചവടങ്ങളും ലൈറ്റും ഒക്കെ കണ്ടുകൊണ്ട് നടക്കുന്നത് തന്നെ ഒരു പ്രത്യേക വൈബല്ലേ. അതിനാണല്ലോ നമ്മൾ ഈ രാത്രിയിൽ ഉത്സവത്തിലെന്ന് പറഞ്ഞ് ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അതായത് മെയിൻ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടാണ്. അവിടെ എത്തി. അമ്പലത്തിൽ എനിക്ക് എത്ര ട്രിവിയൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ഓൾമോസ്റ്റ് മിക്കവാറും ഉള്ള ട്രിവിയൻസ് ആറ്റുകാൽ ഉത്സവം നടക്കുന്ന സമയത്ത് തൊഴാൻ പോകുന്നത് വളരെ കുറവാണ്. അതായത് ഞങ്ങൾക്ക് ഈ ഉത്സവത്തിൻ്റെ സമയത്തുള്ള തിരക്കെന്ന് പറയുന്നത് ഒരു അതിനിടയിൽ നിന്ന് ഇടിച്ച് കയറാനായിട്ടുള്ളൊരു. അപ്പം ഞങ്ങൾ മിക്കവാറും മെയിൻലി ഞാൻ അറിയുന്ന കുറച്ച് പേരൊക്കെ, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ എല്ലാവരെയും ഞാൻ പറയുന്നില്ല, എന്നാലും കുറച്ച് പേരൊക്കെ ഞങ്ങൾ എന്ത് ചോദിച്ചാൽ ഉത്സവം തുടങ്ങുന്നതിന് ഒരു 2 ദിവസം മുന്നേ പോയി അകത്ത് കയറി ദേവിയെ വിശാലമായിട്ടൊക്കെ തൊഴുത് ഞങ്ങൾക്ക് പറയാനുള്ള റിക്വസ്റ്റൊക്കെ നടയിൽ വച്ച് എല്ലാം കഴിഞ്ഞ് ഇനി തിരിച്ചു പോരും. എന്നിട്ട് ഉത്സവം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പോകും. അതായത് ഈ തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ ഓൾമോസ്റ്റ് കുറച്ച് ആളുകൾ അങ്ങനെ കയറാൻ നിൽക്കാറില്ല. കാരണം ഈ ഇടി കൊള്ളാനുള്ളൊരു ശക്തി ഇല്ലാത്തതുകൊണ്ട്, ഇടിയെന്ന് പറഞ്ഞാൽ ഒരു മയമില്ലാത്ത ഇടി അവിടെ കിട്ടുന്നത്. അപ്പോൾ അത് കൊള്ളാനൊരു ശക്തി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കുറച്ച്, അപ്പോൾ എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ കൂടുതലായിട്ട് അങ്ങനെ അടിച്ചകത്ത് കയറാനായിട്ട് നിൽക്കാറില്ല. പുറത്ത് നിന്ന് തൊഴും ദേവി. അവിടെ ദേവിക്ക് കാപ്പ് കെട്ടി പെര കെട്ടിയിരിക്കുന്നിടത്ത് നിന്ന് തൊഴുത് നാരങ്ങ വിളക്കൊക്കെ കത്തിക്കുന്നെങ്കിൽ അങ്ങനെ കത്തിച്ച് അവിടെ നിന്ന് തൊഴുതിട്ട് പിന്നെ ഞങ്ങൾ ഉത്സവം ആഘോഷിക്കും അവിടെ. അതായത് കാണാനുള്ള കാഴ്ചകൾ അങ്ങനത്തേതൊക്കെ. അകത്ത് കയറി തൊഴുന്നത് ഈ ഉത്സവത്തിൻ്റെ സമയത്ത് ഞാൻ സ്വതവേ അങ്ങനെ കയറാറില്ല. കാരണം എനിക്ക് ഇടി കൊള്ളാനുള്ളൊരു ആവതില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ കയറാറില്ല. ഞാൻ കുറേ പേരോട് ചോദിച്ചിട്ടുണ്ട്, അവരൊക്കെ ഇതേ അഭിപ്രായം പറഞ്ഞു. അമ്പലത്തിൻ്റെ ഉത്സവം തുടങ്ങുന്ന 2 ദിവസം മുന്നേ പോവും, പിന്നെ അത് കഴിഞ്ഞിട്ട് പോവും. അങ്ങനെ ഞങ്ങൾ വന്ന പരിപാടി ആദ്യം പൂർത്തിയാക്കി ദേവിയെ പോയി വെളിയിൽ നിന്ന് കണ്ടു, തൊഴുതു, അറിയിച്ചു കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ നമ്മുടെ മെയിൻ കലാപരിപാടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വഴിയോര കച്ചവടക്കാർക്ക് നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ച് തിന്നൊക്കെ സഹായിക്കുക അവരെ. ഫസ്റ്റ് ഐറ്റമായി ഇത് എവിടെ പോയാലും എൻ്റെ മസ്റ്റ് ട്രൈ ആണ്. നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഉണ്ടല്ലോ, ആ സാധനമായിരുന്നു അത്. എവിടെ പോയാലും എൻ്റെ മസ്റ്റ് ട്രൈ ആണ്. പിന്നെ അതുപോലെ വേറൊരു മസ്റ്റ് ട്രൈ സാധനമാണ്, ഏതെടുത്താലും 20 രൂപ 30 രൂപ 40 രൂപ എന്ന് എഴുതി വയ്ക്കുന്ന കടകളുണ്ടല്ലോ. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള സാധനമാണ്. സത്യമായിട്ടില്ല എൻ്റെ കയ്യിലുള്ളത്. ക്ലിപ്പുകളുടെ ടൈപ്പ് ഞാൻ വേറൊന്നും അങ്ങനെ എടുക്കാറില്ല. ഈ പല ടൈപ്പ് ഓഫ് ക്ലിപ്പ് ഉണ്ടല്ലോ, ഇപ്പോൾ ഫ്ലവർ ക്ലിപ്പ് അങ്ങനത്തെ ടൈപ്പ് ഈ സാധനങ്ങൾ ഞാൻ എടുക്കും. ഇതൊക്കെ എൻ്റെ കയ്യിൽ എത്ര എണ്ണം ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കടകളുണ്ടല്ലോ, ഏതെടുത്താലും 40 രൂപ. ചിലപ്പോൾ മേ ബി അത് ആ റേറ്റ് കാണത്തില്ല, ചിലപ്പോൾ 20 രൂപയുടെ സാധനം മറ്റും ആയിരിക്കും, എന്നാലും 30 രൂപയ്ക്കായിരിക്കും അവരവിടെ നിന്ന് തരുന്നത്. എന്നാലും അവിടെ കയറി എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ച് കഴിയുമ്പോൾ ഒരു സമാധാനം, എന്താണെന്നറിയത്തില്ല, ഒരു സമാധാനം. അപ്പോൾ അതിന് വേണ്ടി കയറിയതാണ്. ഞാനിതിപ്പോൾ ഒരു 3-4 ക്ലിപ്പുകൾ മാത്രമേ എടുത്തുള്ളൂ, വേറൊന്നും എടുത്തില്ല. അങ്ങനെ അതെടുത്തു. പിന്നെ നെക്സ്റ്റ് കംസ് നമ്മുടെ കുലുക്കി. പക്ഷേ ഇത് ഞാൻ വിചാരിച്ച അത്ര ചേട്ടൻ കുലുക്കിയില്ല കേട്ടോ. എനിക്കത് അങ്ങോട്ട് ഭയങ്കര ഒരു സങ്കടമായിപ്പോയി. ഞാൻ ബ്ലാക്ക് കറൻറ്റിൻ്റെ ഫ്ലേവറാകും പറഞ്ഞത്,
ഒരു ചെറിയൊരു കുലുക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പ്രതീക്ഷിച്ച അത്ര ഒരു കുലുക്ക് കിട്ടില്ല. സാധാരണ നമ്മൾ ഈ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ എറിഞ്ഞൊക്കെ പിടിക്കാറില്ലേ ഗ്ലാസ്സിനെയൊക്കെ, പക്ഷേ ഇതാ കൈ വെച്ചുള്ള ആ ഒരു ഷേക്കിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് അത്രയ്ക്കങ്ങോട്ട് ദഹിച്ചില്ല. പിന്നെ പോട്ടെ, കുഴപ്പമില്ല, ചേട്ടനെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഷേക്ക് ചെയ്ത് തന്നു എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഞാനും അത് വാങ്ങിച്ചങ്ങ് കുടിച്ചു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്ലാക്ക് കറൻറ്റ് ഫ്ലേവർ കൊള്ളാം. ഞാൻ ബ്ലാക്ക് കറൻറ്റ് ആദ്യമായിട്ട് എടുക്കുന്നത്. ഞാൻ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ പുതിയ വെറൈറ്റീസ് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ടേസ്റ്റ് അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോകാറ്. ഞാൻ കുടിച്ചിട്ടേ ഏട്ടൻ വാങ്ങിക്കാറുള്ളൂ. കാരണം എനിക്ക് അഥവാ ഫ്ലേവർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ചേട്ടന് പാസ് ചെയ്തിട്ട് എനിക്ക് ഏട്ടൻ്റെ പകരം വാങ്ങിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അവിടെ സ്റ്റേജിൽ പരിപാടികൾ തകർത്ത് നടക്കുകയാണ്. ഉണ്ണിമേനോൻ സാറിൻ്റെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കുടിച്ച് അത് കഴിഞ്ഞിറങ്ങി അടുത്തൊരു ഐസ്ക്രീം കഴിക്കാനായിട്ട് പോയപ്പോഴാണ് വിളക്ക് കെട്ട് വരുന്നത് കണ്ടത്. ഇതിപ്പം ഒരു നിത്യ കാഴ്ചയാണ്. ആറ്റുകാൽ അമ്പലത്തിൽ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തെ ഒരു നിത്യ കാഴ്ചയാണ് ഈ വിളക്ക് കെട്ടെന്ന് പറയുന്നത്. എത്ര എണ്ണം എത്ര നേരം എപ്പോഴൊക്കെ പോകുന്നൊന്നും നമുക്ക് ഒരു ഐഡിയയും കാണത്തില്ല. പക്ഷേ നമ്മൾ റോഡിലോട്ട് ഇറങ്ങിയാൽ മതി. സമയകാലമൊന്നും ഇല്ലയെന്ന് തോന്നും. ചിലപ്പോൾ വൈകുന്നേരം 4 മണിക്ക് അമ്പലം തുറക്കുന്ന നേരം തൊട്ട് ഇഷ്ടംപോലെ വിളക്ക് കെട്ടുകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും കേട്ടോ. ഏതാണ്ട് ഒരു 11 മണിക്ക് അമ്പലം അടയ്ക്കുക ആറ്റുകാൽ ഇപ്പോൾ ഈ ഉത്സവ സമയത്ത്. അതുവരെയും കാണും വിളക്ക് കെട്ട്. ബ്ലോക്കൊക്കെ നല്ല രീതിക്ക് നമ്മൾ ഫേസ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം വിളക്ക് കെട്ടാണ്. കാരണം അവർ നടന്നിട്ടല്ലേ പോകുന്നത്. അപ്പോൾ കൊട്ടുമൊക്കെ ആയിട്ട് പോകുമ്പോൾ വണ്ടികൾ അത്രയും ഹോൾഡ് ആക്കേണ്ടി വരും. അങ്ങനെ അതായത് വിളക്ക് കെട്ട് പോകുന്ന രംഗമാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഇന്നലെ ചെന്നിട്ട് ഒരു 6-7 എണ്ണം ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ കണ്ടു. ഞങ്ങളൊരു 2 hours അവിടെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് തന്നെ ഒരു 6-7 അതിൽ കൂടിയാലേ ഉള്ളൂ, കുറയത്തില്ല, അത്രയും കണ്ടു. അപ്പോൾ അതിലൊരെണ്ണേ ഞാൻ വീഡിയോ എടുത്തോളൂ. റിപ്പറ്റീഷൻ വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരെണ്ണേ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നോളൂ. ബാക്കി വീഡിയോ എടുക്കാൻ പോയില്ല. പിന്നെ വിളക്കേട്ടൊക്കെ പാസ് ചെയ്ത് പോയി. പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു. തിന്നാൻ വേണ്ടിയിട്ടാണോ അങ്ങോട്ട് പോയതെന്നുള്ള ചോദ്യം ഞാൻ നിരോധിച്ചിരിക്കുന്നു. തിന്നാനും വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്. ഞാൻ പറഞ്ഞില്ലേ, ഉത്സവ വൈബ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഞങ്ങൾക്ക് ട്രിവിയൻസിന് ഈ ഒരു സമയത്ത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, വെള്ളായണിക്കാരെ സംബന്ധിച്ചിടത്തോളം, വെള്ളായണി അമ്പലത്തിൽ കാളിയൂട്ട് ഉത്സവം നടക്കുന്നുണ്ട്, ആറ്റുകാൽ നടക്കുന്നുണ്ട്. കുറച്ച് മുന്നേ കൊഞ്ചറവിള ദേവിയുടെ അവിടെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കണമല്ലോ. ഇത്രയും കഴിച്ചതൊന്നും തികയാത്തതുകൊണ്ട് അടുത്ത് ഫുഡ് കഴിക്കാനൂടെ ഞങ്ങൾ കയറി. അപ്പോൾ എന്തായാലും ഡിന്നർ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് സ്ഥിരം പോകുന്ന കടകളിലൊന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കും മിക്കവാറും കടയിൽ തന്നെയാണോ കഴിപ്പെന്ന്. അങ്ങനെയൊന്നുമല്ല, എന്നാലും കഴിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ സ്ഥിരം പോകുന്ന കട. ഇവിടെ ഞങ്ങൾക്ക് വാഴയില്ലല്ലോ കേട്ടോ എപ്പോഴും ഫുഡ് അവിടെ കിട്ടാറ്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. ഞാൻ തട്ടുദോശയാണ് പറഞ്ഞത്. തട്ടുദോശ, സാമ്പാർ, ചമ്മന്തി, മുളക് കറിയൊക്കെ വെച്ച് പിന്നെ ഒരു ഭംഗിക്ക് ചിക്കനും കൂടെ വാങ്ങിച്ച് കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ ട്രിപ്പ് എൻഡ് ചെയ്യിച്ചു. അപ്പോൾ ടാറ്റാ.